Hello friends, 21 days manifestation practice day 10. 11-11-11 മാനിഫെസ്റ്റേഷൻ മെത്തേഡ്. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വളരെ വേഗത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ലളിതമായൊരു ടെക്നിക്കാണ് 11-11-11 11-1. ഈ പ്രാക്ടീസ് ചെയ്യാനായി ലളിതമായ 5 സ്റ്റെപ്പുകൾ മാത്രമാണ് നമുക്ക് വേണ്ടത്. ഏതൊക്കെയാണ് എന്ന് നോക്കിയാലോ. 1. 11-1 അല്ലെങ്കിൽ 11-11-11 എന്നത് ഒരു ഡിവൈൻ നമ്പർ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പറാണ്. ഒന്നുകിൽ 3-1 അല്ലെങ്കിൽ 4-1. ഓരോ ഡിവൈൻ നമ്പറും നമുക്ക് നൽകുന്നത് ഓരോ യൂണിവേഴ്സൽ മെസ്സേജുകളാണ്. വളരെ പ്രതീക്ഷിതമായിട്ടായിരിക്കും ഈ നമ്പറുകൾ നാം കാണുന്നത്. കാറിൻ്റെ നമ്പറായോ സമയമായോ ആയിട്ടായി നിങ്ങൾ പലപ്പോഴായി ഇത് കാണുന്നത്. എപ്പോഴൊക്കെ ഈ നമ്പർ കണ്ടാലും നാം മനസ്സിലാക്കേണ്ടത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ആഗ്രഹിച്ച ഫലം ലഭിക്കാൻ പോകുന്നു എന്നതാണ്. സ്റ്റെപ്പ് 2. വരുന്ന 11 ദിവസങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം തിരഞ്ഞെടുക്കുക. ആഗ്രഹിക്കുന്ന കാര്യം എന്ത് തന്നെയായാലും അത് നേടിയിരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ആയിരിക്കണം ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇനിയുള്ള ദിവസങ്ങൾ എൻ്റെ ഗോളുകൾ നേടിയെടുക്കാനുള്ള ദിവസങ്ങളായാണ് എന്ന് മനസ്സിൽ തീരുമാനിക്കുക. ആദ്യമായി ചെയ്യുമ്പോൾ ചെറിയ ഗോൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് എത്ര ദിവസം പ്രാക്ടീസ് ചെയ്യണം? മറ്റുള്ള ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ പോലെ ഒരുപാട് ദിവസം നിങ്ങളിത് ഫോളോ ചെയ്യേണ്ടതില്ല. വെറും 11 ദിവസം മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്താൽ മതി. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, കുറച്ച് സമയം മാത്രം ഇതിനു വേണ്ടി ചെലവഴിച്ചാൽ മതി. 2-3 ഡീപ് ബ്രീത്ത് എടുത്തതിന് ശേഷം ശാന്തമായ അവസ്ഥയിലായിട്ട് മാത്രം ഇത് പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയുള്ളൂ. പ്രപഞ്ച സൃഷ്ടാവ് എൻ്റെ ആഗ്രഹം സാക്ഷാത്കരിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഇത് ചെയ്യുക. ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഒരു നോട്ട്ബുക്കോ ഡയറിയോ എടുത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അതിലെഴുതുക. വളരെ സന്തോഷത്തോടെ, വളരെ സ്നേഹത്തോടെ, പുഞ്ചിരിയോടെ ദിവസവും 11 തവണ ഇത് എഴുതുക. ഇത് 11 ദിവസം ആവർത്തിക്കുക. വെട്ടോ തിരുത്തോ ഇല്ലാതെ വ്യക്തമായി എഴുതുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടി എന്ന രീതിയിലാണ് എഴുതേണ്ടത്. ഉദാഹരണത്തിന്, ഞാൻ ആഗ്രഹിച്ച ജോലി ലഭിച്ചതിന് നന്ദി. ഓരോ തവണ എഴുതുമ്പോഴും നമ്മുടെ നെഞ്ചിൽ കൈവച്ച് 3 തവണ താങ്ക് യു എന്ന് പറയുക. ഇത് 11 ദിവസം തുടർച്ചയായി എഴുതണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇത് എപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഈ മെത്തേഡിൻ്റെ പ്രത്യേകത, ഇത് എപ്പോൾ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. അതിരാവിലെയോ ഉറങ്ങുന്നതിന് മുൻപോ ചെയ്യാനായാൽ കൂടുതൽ നല്ലത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുക്കാവുന്നതാണ്. മുടങ്ങാതെ 11 ദിവസവും നിർബന്ധമായി പ്രാക്ടീസ് ചെയ്യണമെന്നാണ് ഞാനിവിടെ പറയുന്നത്. 11 ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ എഴുതിയ പേപ്പർ കത്തിച്ച് കളയുകയോ കീറിക്കളയുകയോ ചെയ്യുക. ഈ 11 ദിവസവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. അപ്പോൾ 11-1 മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ജോയിൻ ആവുക. കൂടുതൽ പ്രാക്ടീസുകളും എഫർമേഷൻസും അതിലാണ് നൽകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.